എല്ലാവരും കാത്തിരുന്നോണം. DA കിട്ടുമോ? കിട്ടും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമോ? പിൻവലിക്കും. പെൻഷൻ പ്രായം കൂട്ടുമോ? കൂട്ടും. ആശാ വർക്കേഴ്സിന് പൈസ കിട്ടുമോ? കൂട്ടും. അംഗനവാടിക്ക് കൂട്ടുമോ? കൂട്ടും. തൊഴിലുറപ്പിന് കൂട്ടുമോ? കൂട്ടും. സ്ഥിരപ്പെടുത്തുമോ? എല്ലാവരും സ്ഥിരപ്പെടുത്തും. മധുര മനോഹര മനോജ്ഞ സുന്ദരമായ മോഹന വാഗ്ദാനങ്ങളടങ്ങിയ പഞ്ചസാരയ്ക്ക് ആവശ്യം പോലെ പഞ്ചാര ഇട്ടിട്ടുള്ള സർബത്തിൽ വീണ്ടും പഞ്ചാര ഇടുന്ന നല്ല ബഡ്ജറ്റാണ് വരാൻ പോകുന്നത്. പക്ഷേ നടപ്പിലാവില്ല. എല്ലാ കാര്യവും ചെയ്യുന്ന മോഹന വാഗ്ദാനങ്ങളായിരിക്കും ബഡ്ജറ്റിൽ കോരിയിടുന്നത്. ഇനി ഒരു തമാശ എന്തെന്ന് വെച്ചാൽ, KM മാണിക്ക് പ്രതിമ പണിയാൻ പൈസ, പ്രതിമയും സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് 25 സെൻറ്റ് കൊടുത്തു. എൻ്റെ സംശയം, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും 2 പ്രതിമ പണിയാനായിട്ട് അവർ മരിച്ചതിന് ശേഷം പണിയുള്ളൂ. ഇപ്പോഴേ സ്ഥലം കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് വെള്ളാപ്പള്ളി നടേശൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലം 25 സെൻറ്റ്, സുകുമാരൻ നായർ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് വേറെ 25 സെൻറ്റ്. കാരണം അങ്ങനെ കൊടുത്തിട്ടായാലും, ഞാനൊരു സങ്കല്പികമാണ് പറയുന്നത്, അങ്ങനെ കൊടുത്തിട്ടായാലും വോട്ട് കിട്ടുക എന്നുള്ള വളരെ മനോഹരമായൊരു ബഡ്ജറ്റായിരിക്കും വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സകല മത സംഘടനകൾക്കും കുഞ്ഞു സംഘടനകൾക്കും കുഞ്ഞു കുഞ്ഞു ആനുകൂല്യങ്ങൾ, അവർക്ക് കെട്ടിടം, അവർക്ക് സ്മാരകം, ആനുകൂല്യം, സ്കോളർഷിപ്പ് എണ്ണിപ്പറക്കും. നാടാർ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, വെള്ളാള, ഇങ്ങനെ ഓരോന്നെടുക്കും. ഏതെല്ലാം സാമുദായിക സംഘടനകൾ, ഇനി ഹരിജനങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ, പട്ടികജാതി പട്ടികവർഗക്കാർ, പിന്നോക്കക്കാർ, ഇങ്ങനെ ആര് വന്നാലും അവർക്ക് എന്ത് കൊടുക്കും? സീറ്റ് കൊടുക്കുന്ന, അതായത് സീറ്റല്ല, അവർക്കെല്ലാവർക്കും ആനുകൂല്യം കൊടുക്കുന്ന, കുഞ്ഞു കുഞ്ഞു പീസ് ആനുകൂല്യം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കും വരുന്ന. സ്മാരകങ്ങൾ, അതുപോലെ തന്നെ ധനസഹായം ഒക്കെ കൊടുക്കുന്ന വേറൊരു ബഡ്ജറ്റായിരിക്കും വരുന്നത്. ഇതിൽ പലതും നടപ്പിലാക്കാനും പൈസയില്ല, നടപ്പിലാക്കേണ്ട കാര്യവുമില്ല എന്നുള്ള നിലയിൽ മനോഹരമായ വാഗ്ദാനങ്ങളായിരിക്കും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കയറി വരാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പ്രകടന പത്രികയിലും ചിലപ്പോൾ കയറി വരും. അത് ഇപ്പോൾ യുവാക്കൾക്ക് ചിലപ്പോൾ പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട്. തൊഴിലില്ലായ്മ വേതനം വീണ്ടും വന്നാൽ അത്ഭുതമില്ല. ഇപ്പം തന്നെ സ്ത്രീകൾക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്, 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ആർക്കെല്ലാം പൈസ കൊടുക്കാൻ പറ്റുമോ ആ പണമെല്ലാം പ്രഖ്യാപിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, മധുര മനോഹരമായ ഒരു ബഡ്ജറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇപ്പം തള്ളിക്കോണം. നിങ്ങൾ ഓടി ഒരു ലെറ്റർ ഹെഡുമായി ബാലഗോപാലിൻ്റെ അടുത്ത് ചെല്ലുക. അത് സ്ഥാപനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കും വേണം പണം. പക്ഷേ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പിൻബലം കൂടെ വേണം. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു പിൻബലം കൂടെ വേണം. ഏറ്റവും കുറഞ്ഞത് ദേശാഭിമാനി പത്രമെങ്കിലും വരുത്തുന്നു എന്നുള്ള ഒരു ആശയമെങ്കിലും കൊണ്ട് കൊടുക്കണം. കാരണം ഇപ്പോൾ കുറച്ച് പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ, തൊഴിലുറപ്പിലുള്ള കുറച്ച് പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ കൊടുത്ത കത്തിൽ, ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട്, പറയുന്നത് ഇവരെല്ലാം പാർട്ടിക്കാരാണ്, 1000 പേരിൽ 600 പേരും പാർട്ടിക്കാരാണ്, അവർ 600 പേരും ദേശാഭിമാനി വരുത്തുന്നവരാണെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. മറ്റേത് PSC എംപ്ലോയ്മെൻ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു വലിയ ബഡ്ജറ്റാണ് വരാൻ പോകുന്നത്. ഈ ബഡ്ജറ്റിൽ ഇത് നമുക്ക് കാത്തിരുന്ന് നന്നായി കാണാം.